സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഒരു തിയറി, രണ്ട് പാർട്ടുള്ള തിയറി നമ്മൾ പറഞ്ഞു, അതിന് പ്രൂഫ്മെന്റ്. ഇനി അത് രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള തിയറിയാണ് പറയുന്നത്. ആ തിയറി ഇത്രയേ ഉള്ളൂ, ഒന്ന് കുറിച്ചോളൂ. show that every square matrix capital A, show that every square matrix capital A can be expressed as the sum of symmetric and skew symmetric matrices. ചോദ്യം ഒന്നുകൂടെ പറയാം. show that every square matrix, ഏതൊരു സ്ക്വയർ മെട്രിക്സ് every square matrix can be expressed as the, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതാണ്, can be expressed as the sum of symmetric and skew symmetric matrices. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും തുകയായി എഴുതാൻ കഴിയും എന്നാണ് നമ്മുടെ ഈ തിയറി പറയുന്നത്. ആ തിയറിയാണ് നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ എവരി സ്ക്വയർ മെട്രിക്സ്, അങ്ങനെ ഒരു സ്ക്വയർ മെട്രിക്സ് ഞാൻ ഏതൊരു സ്ക്വയർ മെട്രിക്സ് ഇനി ശ്രദ്ധിച്ചിരിക്കണം. എന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് തന്നെയാണ്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ ഞങ്ങൾ ഇങ്ങനെ ശരിയാണോ നോക്കാം. ഹാഫ് കൊണ്ട് എ മൾട്ടിപ്ലൈ ഹാഫ് എ, ഇതും ഹാഫ് എ ആണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഹാഫ് എ പ്ലസ് ഹാഫ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് ഹാഫ് എ ട്രാൻസ്പോസ്. ഹാഫ് എ ട്രാൻസ്പോസ് മൈനസ് ഹാഫ് എ ട്രാൻസ്പോസ് ക്യാൻസൽ. ഹാഫ് എ പ്ലസ് ഹാഫ് എ, അര എ അധികം അര എ ഫുള്ള് ഒരേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ. ഇതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹാഫ് കൊണ്ട് ഒരു നോട്ട് എഴുതി വെച്ച ഓർമ്മയുണ്ടല്ലോ. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് എന്ന് തെളിയിച്ചിട്ട് അവസാനം നോട്ട് നമ്മൾ എഴുതി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സിമെട്രിക്, അഥവാ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് എന്നൊരു നോട്ടിൽ നമ്മൾ എഴുതി, വിച്ച് ഇംപ്ലൈസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ പ്രൂഫ് എങ്ങനെ എഴുതുന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ആദ്യത്തെ പ്രൂഫിലെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തരണം ടു ഷോ ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഇതിന്റെ പ്രൂഫ് നമ്മൾ എഴുതുന്നു. ആ പ്രൂഫ് എഴുതി വന്നിട്ട് അവസാനം നമ്മൾ എഴുതും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, സോ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സിമെട്രിക്. അപ്പോൾ ഇത് സിമെട്രിക് പ്രൂഫ് കഴിഞ്ഞ ക്ലാസ് എഴുതുന്നു. പ്രൂഫ് അത് അപ്പോൾ ഇതിന്റെ പ്രൂഫ് എഴുതുമ്പോൾ ആദ്യം ഇത് എഴുതിയതിനു ശേഷം ഫസ്റ്റ് നമ്മൾ ടു ഷോ ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ഇത് സിമെട്രിക് ആണെന്നുള്ള പ്രൂഫ് എഴുതും. എന്നാൽ നോട്ടൊന്നും എഴുതരുത്, തൊട്ട് താഴെ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് വിച്ച് ഇംപ്ലൈസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സിമെട്രിക്. ഓക്കെ, നെക്സ്റ്റ് ടു ഷോ ദാറ്റ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. എന്നിട്ട് സ്ക്യൂ സിമെട്രിക്, ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അവസാനം ഹാഫ് ഇൻറ്റു A minus A transpose is also skew symmetric. അങ്ങനെ വെച്ചാൽ ഈ രണ്ട് പ്രൂഫും കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ ഇത് സിമെട്രിക് ആയി, ഇത് സ്ക്യൂ സിമെട്രിക് ആയി. അവസാനം എഴുതാം ഹെൻസ് ആ ചോദ്യം എഴുതാം. ഹെൻസ് every square matrix capital A can be expressed as the sum of symmetric and skew symmetric. ഇതിന്റെ പ്രൂഫ് എവിടെയാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്. ആ ക്ലാസ് എടുത്ത് നോക്കണം. ആ ക്ലാസ് കണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ട് ഉപയോഗമുള്ളൂ. ആ ക്ലാസ് കാണും. ആ ക്ലാസ് നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നും അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നും നമ്മൾ എഴുതി വെച്ചത്. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിച്ചു. എന്നിട്ട് നമ്മൾ അവസാനം എഴുതി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം. അപ്പോൾ ഈ പ്രൂഫ് എഴുതി പോകണം കേട്ടോ. അടുത്തൊരു ചോദ്യം, അതും ഒരു തിയറിയാണ്. നമ്മൾ ശ്രോതാക്കളാണ് എഴുതാൻ പോകുന്നത്. ഇഫ് A and B are, if capital A and capital B are symmetric matrices,
if a capital A and a capital B are symmetric matrices of same order, if a capital A and a capital B are symmetric matrices of same order, comma then show that ഒന്നുകൂടി പറയാം. if capital A and capital B are symmetric matrices, if capital A and capital B are symmetric matrices of same order, comma then show that AB minus BA, AB minus BA, comma then show that AB minus BA is a skew symmetric matrix. A B symmetric ആണ്, ഇത് skew symmetric matrix. The objective ആയിട്ട് ചോദിക്കാം, if A and B are symmetric matrices of same order, comma then പിന്നെ show that വേണ്ട, comma then AB minus BA is dash. AB minus BA is a skew symmetric matrix. അപ്പോൾ ഇത് ഒരു skew symmetric matrix നമ്മൾ എടുത്തിരിക്കുന്നത്. if means condition, ഇത് symmetric ആണ് നമ്മൾ. അപ്പോൾ ഞാൻ പ്രൂഫ് എഴുതാൻ പോവാണ്. പ്രൂഫ് എഴുതാണ്. A means symmetric ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ തന്ന കാര്യം എടുത്ത് എഴുതുകയാണ്. since A and B are symmetric matrices of same order, ഒരേ ഓർഡറിലുള്ള സിമെട്രിക് മാട്രിക്സ്. ഇത് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എഴുതാം that is A ട്രാൻസ്പോസ് സമ A, B ട്രാൻസ്പോസ് സമ B. ഒരു സംശയമില്ല, സിമെട്രിക്. ഇനി നമുക്ക് തെളിയിക്കുന്നത് to show that AB minus BA is skew symmetric matrix. The skew symmetric matrix ആണ്. skew symmetric എന്ന് പറയുമ്പോൾ ഇത് രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് A B B യെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ A B ഒരേ ഓർഡറിലാണ്. A B കണ്ടുപിടിക്കാം, B യെ കണ്ടുപിടിക്കാം. അപ്പോൾ A B ഒരു മാട്രിക്സ് ആയിരിക്കും, B മറ്റൊരു മാട്രിക്സ് ആയിരിക്കും. അതിന്റെ ഡിഫറൻസും ഒരു മാട്രിക്സ് ആയിരിക്കും. ഒരു സംശയമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഞാൻ ഇത് രണ്ട് മാട്രിക്സുകളുടെ ഡിഫറൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ വേണമെങ്കിൽ P എന്ന് വിളിക്കാം. AB minus B എന്ന് വിളിച്ചു. ഇത് രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് ഒരു മാട്രിക്സ് ആണ്, ഇതും പ്രോഡക്റ്റ് ആണ്, അത് മറ്റൊരു മാട്രിക്സ് ആണ്. അതിന്റെ ഡിഫറൻസും ഒരു മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ രണ്ട് മാട്രിക്സുകളുടെ തുക ഒരു മാട്രിക്സ് ആണ്, രണ്ട് മാട്രിക്സിന്റെ ഡിഫറൻസും മറ്റൊരു മാട്രിക്സ് ആണ്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെ ഈ മാട്രിക്സിനെ P എന്ന് വിളിച്ചു. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോകുന്നത് P ട്രാൻസ്പോസ് സമം AB minus BA the whole ട്രാൻസ്പോസ്. നോക്കിയിരിക്കണം, ആദ്യത്തെ ട്രാൻസ്പോസ് മൈനസ് രണ്ടാമത്തെ ട്രാൻസ്പോസ്. ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ P minus Q the whole ട്രാൻസ്പോസ്. എന്താണ്? P ട്രാൻസ്പോസ് മൈനസ് Q ട്രാൻസ്പോസ്. സംശയമില്ലല്ലോ? ഇനി ഞാൻ വീണ്ടും എഴുതുന്നു AB the whole ട്രാൻസ്പോസ്. AB the whole ട്രാൻസ്പോസ് നമുക്കറിയാം, രണ്ട് മാട്രിക്സുകളുടെ പ്രോഡക്റ്റ് ട്രാൻസ്പോസ്, രണ്ടാമത്തെ ട്രാൻസ്പോസ് ഇൻറ്റു ഒന്നാമത്തെ ട്രാൻസ്പോസ്. ശരിയല്ലേ? ഇവിടെ രണ്ടാമത്തെ B ആണ്, B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് മൈനസ് ഇവിടെയും രണ്ടാമത്തെ ട്രാൻസ്പോസ് ഇൻറ്റു ഒന്നാമത്തെ ട്രാൻസ്പോസ്. ഇനി അതിന്റെ ബാലൻസ് ഞാൻ എഴുതുകയാണ്. P ട്രാൻസ്പോസ് സമം B ട്രാൻസ്പോസ് മീൻസ് B, A ട്രാൻസ്പോസ് മീൻസ് A. അപ്പോൾ ഞാൻ ഇത് B എന്നാവും മൈനസ് ഇത് A B ആവും. സംശയമില്ലല്ലോ? ഇനി ഞാൻ നെഗറ്റീവ് ഫോം എടുക്കുന്നു. അപ്പോൾ നെഗറ്റീവ് ഓഫ് ഈ ടേം ആദ്യം വരും, ഈ ഫസ്റ്റ് ടേം ഒരു നെഗറ്റീവ് കൂടെ ഉണ്ടാവും. ഈ വീണ്ടും മൈനസ് AB minus BA എന്ന് പറഞ്ഞാൽ P ആണ്. അപ്പോൾ P ട്രാൻസ്പോസ് മൈനസ് which implies P. What is P? AB minus BA is P transpose minus P. അപ്പോൾ AB minus BA എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് is skew symmetric. ഇത് ഇങ്ങനെ എഴുതാൻ വേണ്ടി കഴിയും. ഈ പ്രോപ്പർട്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. സിമ്പിൾ ആണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.
ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ അടുത്തൊരു തിയറി, എയും ബിയും സിമെട്രിക് ആണെങ്കിൽ എ ബി മൈനസ് ബി എ സ്ക്യൂ സിമെട്രിക് ആണെന്ന് ഷോ ചെയ്യും. കുറിച്ചോളൂ. പെട്ടെന്ന് ഒരു തിയറി ഇവിടെ ഉണ്ട്. ആ തിയറിയോട് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഒരു തിയറി നമുക്ക് കുറിച്ചോളൂ. എഴുതി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഒരു തിയറി ഉണ്ട്. ഒരു തിയറി കൂടി കുറിച്ചോളൂ. If capital A and capital B are symmetric matrices, if capital A and capital B are symmetric matrices of the same order, if capital A and capital B are symmetric matrices of the same order, then show that AB is symmetric. AB is symmetric. So this is parayana. If A and B are symmetric matrices of the same order, then show that AB is symmetric if and only if I and effect. If and only if AB is equal to B. AB is equal to B. AB is equal to B. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്ന് പറയുന്നു. If capital A and capital B are symmetric matrices of the same order, then show that AB is symmetric if and only if AB is equal to B. എന്താണ് if and only if? അങ്ങോട്ടും ഇങ്ങോട്ടും എ ബി സിമെട്രിക് ആണെന്ന് തെളിയിക്കുകയാണെങ്കിൽ എന്ത് വെച്ചോണ്ട് എ ബി സം ബി എന്ന് പറയാം. എ ബി സം ബി ആണെങ്കിൽ എ ബി സിമെട്രിക് ആയി. എ ബി സം ബി ആണെങ്കിൽ എ ബി സിമെട്രിക് ആയി. എ ബി സം ബി എന്ന് പറയാൻ കാര്യം എയും ബിയും ഒരേ ഓർഡറിലുള്ള എന്താണ് സിമെട്രിക് മെട്രിക്സുകൾ അല്ലെങ്കിൽ ഒരേ ഓർഡറിലുള്ള മെട്രിക്സുകളാണ്. അപ്പോൾ എ ബിയും ബിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം ഒരേ ഓർഡർ ആണെങ്കിൽ നമുക്ക് എയിന് ബി കൊണ്ട് ഗുണിക്കാം, ബിനെ എ കൊണ്ട് ഗുണിക്കാം. ഓക്കെ. അപ്പോൾ എ ബി സം ബി ആണെങ്കിൽ എ ബി സിമെട്രിക് ആയി. ഇനി തിരിച്ചു പറയാം, എ ബി സിമെട്രിക് ആണെങ്കിൽ എ ബി സം ബി ആയി. ഇപ്പം രണ്ട് കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്താൽ പറയാൻ ശ്രദ്ധിക്കണം. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്താൽ എ ബി സം ബി എന്ന് തെളിയിക്കണം. ഇനി രണ്ടാമത് എ ബി സം ബി എന്ന് പറഞ്ഞെടുത്താൽ എ ബി സിമെട്രിക് എന്ന് തെളിയിക്കണം. ചോദ്യം മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്താൽ ശ്രദ്ധിക്കണം. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്താൽ എ ബി സിമെട്രിക് ആണെങ്കിൽ അതാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. എ ബി സിമെട്രിക് ആണെങ്കിൽ നമ്മൾ എന്ത് തെളിയിക്കണം? എ ബി സം ബി എന്ന് തെളിയിക്കണം. ഇനി തിരിച്ച് എ ബി സം ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞോളൂ. എ ബി സം ബി ആണെങ്കിൽ എന്ത് തെളിയിക്കണം? എ ബി സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. മനസ്സിലായോ? അപ്പോൾ ചോദ്യപേപ്പറിൽ ഉള്ള കാര്യം കൊണ്ട് എന്തിനാണ് എയും ബി എന്താണ് ഒരേ ഓർഡറിലുള്ള രണ്ട് സിമെട്രിക് മെട്രിക്സുകൾ അല്ലേ? സിൻസ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് of the same order, അപ്പോൾ ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളാണ് എ ബി, സിമെട്രിക് മെട്രിക്സുകളാണ് എ ബി. അപ്പോൾ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് സമം എ, ബി ട്രാൻസ്പോസ് സമം ബി. ഒരു സംശയം, എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ യും ബി ട്രാൻസ്പോസ് ബി. ഇനി ഞാൻ എ ബി സിമെട്രിക് എന്ന് ഞാൻ എടുക്കുന്നു. First suppose that ഞാൻ ആദ്യം സപ്പോസ് ചെയ്യുന്നു. ഫസ്റ്റ് സപ്പോസ് that എ ബി സിമെട്രിക് എന്ന് പറയാം. ഞാൻ എ ബി സിമെട്രിക് ആണെങ്കിൽ എന്ത് തെളിയിക്കണം? To show that AB is equal to B.
ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് സപ്പോസ് ദാറ്റ് എ ബി സിമെട്രിക്. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്താൽ എന്ത് തെളിയിക്കണം? ടു ഷോ ദാറ്റ് എ ബി വിൽ ബി എന്ന് തെളിയിക്കണം. അപ്പോൾ ഇത് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. എ ബി സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം എ ബി സിമെട്രിക് ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് എ ബി ഒരു സംശയമില്ല. എ ബി സിമെട്രിക് ആണെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ എ ബി സിമെട്രിക് പി സിമെട്രിക് ആണെങ്കിൽ പി ട്രാൻസ്വേഴ്സ് എന്തായിരിക്കും? പി ആയിരിക്കും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ എ ബി സിമെട്രിക് ആണെങ്കിൽ എ ബിയുടെ ട്രാൻസ്വേഴ്സ് എന്തായിരിക്കും? എ ബി. ഞാൻ നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എ ബി ഹോൾ ട്രാൻസ്വേഴ്സ് രണ്ടാം ട്രാൻസ്വേഴ്സ് ഇൻറ്റു ഒന്നാം ട്രാൻസ്വേഴ്സ് സമം ബി ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ബി എന്നാണ്. എ ട്രാൻസ്വേഴ്സ് മീൻസ് ബി എസ് സമം which implies ഇത് സമം അങ്ങനെ സമം. ശരിയല്ലേ? അപ്പോൾ എ ബി സിമെട്രിക് എന്ന് പറഞ്ഞ് എടുത്തപ്പോൾ നമുക്ക് എ ബി സമം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയി. രണ്ടാമത്തത് ഇനി തിരിച്ചെടുക്കും. ഇത് നമ്മൾ എടുക്കുന്നത് എ ബി ഹോൾ ട്രാൻസ്വേഴ്സ് എ ബി ആണ് എന്ന് പറഞ്ഞാൽ എ ബി സിമെട്രിക് ആണ്. അടന്ന് കുറിച്ചല്ലോ. ശരി, രണ്ടാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഇതിന്റെ കാര്യം മനസ്സിലായാലും എ ബി സിമെട്രിക് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യും. എ ബി സിമെട്രിക് ആണെങ്കിൽ എ ബിയുടെ ട്രാൻസ്വേഴ്സ് എ ബി. ഇവിടെ പ്രോപ്പർട്ടി ഇവിടെ ഇതിന്റെ ബി ട്രാൻസ്വേഴ്സ് ബി ആണ്, എ ട്രാൻസ്വേഴ്സ് എ ആണ്. ഇനി രണ്ടാമത്തെ കേസ് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് തിരിച്ചെടുക്കും. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് A B is equal to B. A B is equal to B ആണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തെളിയിക്കണം? ടു ഷോ ദാറ്റ് A B ഹോൾ ട്രാൻസ്വേഴ്സ് ആണ് അല്ലെങ്കിൽ A B is symmetric. To show that A B is symmetric. A B symmetric ആണ്. A B symmetric തെളിയിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം A B യുടെ ട്രാൻസ്വേഴ്സ് എന്ന് തെളിയിച്ചാൽ മതി. A B ഇതാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് സപ്പോസ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ A B സമം B. ഞാൻ രണ്ട് സ്ഥലം ട്രാൻസ്വേഴ്സ് എടുക്കും. A B ന്റെ ഹോൾ ട്രാൻസ്വേഴ്സ് സമം B A ന്റെ ഹോൾ ട്രാൻസ്വേഴ്സ്. ഇത് ലെഫ്റ്റിൽ നമുക്ക് ഇതല്ലേ വരണം. ലെഫ്റ്റ് അതുപോലെ എടുക്കും. റൈറ്റ് ഞാൻ പ്രോപ്പർട്ടി ഇംപ്ലിമെന്റ് ചെയ്തു. ബി എ ഹോൾ ട്രാൻസ്വേഴ്സ് രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് ഇൻറ്റു ഒന്നാമത്തെ ട്രാൻസ്വേഴ്സ് വീണ്ടും സമം എ ട്രാൻസ്വേഴ്സ്. വാട്ട് ഈസ് എ ട്രാൻസ്വേഴ്സ്? എ. വാട്ട് ഈസ് ബി ട്രാൻസ്വേഴ്സ്? ബി. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്വേഴ്സ് which implies A B is symmetric. A B is also അപ്പോൾ എ ബി സമം ബി എന്ന് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി സിമെട്രിക് എന്ന് വിളിച്ചു. തൊട്ട് മുന്നേ എ ബി സിമെട്രിക് എന്ന് പറഞ്ഞെടുത്തു. എ ബി സമം ബി ആണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ലൊരു തിയറിയാണ്. ആ തിയറി എക്സാം ചോദിക്കാനുള്ള ഒരു തിയറിയാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതിന് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ എഴുതി രണ്ട് എഫ് ഇടുമ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറി കഴിഞ്ഞു. ഇനി നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് verify the question. On you express the matrix. Express the matrix. Express the matrix. Express the matrix. Capital A is equal to matrix is symbol 2 minus 2 minus 4. First one 2 minus 2 minus 4. Minus 1 3 4
minus 1 3 4 1 minus 2 minus 3 1 minus 2 minus 3 matrix 7 as the sum of symmetric and skew symmetric as the sum of symmetric and skew symmetric matrix കുറച്ചു മുന്നേ നമ്മൾ രണ്ട് തിയറികൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞു ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്ന് നമ്മൾ ഒരു പ്രൂഫ് എഴുതി പഠിച്ചു. അതിന്റെ പ്രൂഫിന്റെ രണ്ട് പാർട്ടുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി വെച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോബ്ലം ആണ്. ഈ ഒരു മെട്രിക്സിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു നിമിഷം എ ഉണ്ട്, അങ്ങനെയാണ് എ ട്രാൻസ്പോസ് നമ്മൾ ഇപ്പോൾ തന്നെ എഴുതി പറയാം. എ ട്രാൻസ്പോസ് ഈ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. നമ്മൾ അവിടെ നിൽക്കണം. ഞാൻ ചെയ്യാൻ പോകുന്നത് ആ തിയറി എഴുതിയ പോലെ തന്നെ എനെ ഞാൻ എഴുതി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി ഏതാണ് വരുന്നത്? ബി ആണെങ്കിൽ ബി സമ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇത് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇത് സിമെട്രിക് ആണെന്നും ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്നും തിയറി നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് പ്രോബ്ലത്തോട് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകണം. ഒരു നിമിഷം നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതിനെ നമുക്ക് പി എന്ന് വിളിക്കാം, ഈ സാധനത്തിന് പി എന്ന് വിളിക്കാം, ഈ സാധനത്തിന് പി എന്ന് വിളിക്കാം. പി പ്ലസ് പി സിമെട്രിക് ആണെന്ന് വിളിക്കാം, സ്ക്യൂ സിമെട്രിക് ആണെന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ പി എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിക്കാം. മനസ്സിലായാലും ഒന്നാമത്തെ കേസിൽ പി എന്ന് വിളിക്കുന്നത് മൊത്തത്തിലാണ്. ഞാൻ ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നു. എ പ്ലസ് എ ട്രാൻസ്പോസ് സമം എക്ക് പകരം 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3 plus a transpose ne pagam ee matrix on 2 minus 1 1 minus 2 3 minus 2 minus 4 4 minus 3 ശരി സമം 2 രണ്ട് matrix കൂടുന്നു. 2 നോട് 2 കൂട്ടുമ്പോൾ 4 minus 2 നോട് minus 1 ഒരേ മാർക്ക് ചിഹ്നം ഉണ്ട്. അപ്പോൾ -3 -4 നോട് 1 കൂട്ടുമ്പോൾ -3 -4 നോട് 1 കൂട്ടും -1 നോട് -2 കൂട്ടുമ്പോൾ -3 3 നോട് 3 കൂട്ടുമ്പോൾ 6 4 നോട് -2 കൂട്ടുമ്പോൾ 2 1 നോട് -4 കൂട്ടുമ്പോൾ -3 -2 നോട് 4 കൂട്ടുമ്പോൾ 2 -3 നോട് -3 കൂട്ടുമ്പോൾ -6. സംശയമൊന്നുമില്ലല്ലോ. ഇനി half കൊണ്ട് multiply half into a plus a transpose, that means p. തന്നെ അപ്പോൾ half കൊണ്ട് multiply half into 4 minus 3 minus 3 minus 3 6 2 minus 3 2 minus 6 ശരിയല്ലേ? half കൊണ്ട് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ half കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 2 minus 3/2 ശരിയല്ലേ? half കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ആകും. minus 3/2 minus 3/2 6 നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 1 minus 3/2 1 minus 2 ഇതാണ് p ശരിയല്ലേ? ഇതാണ്. ഇനി ഞാൻ p ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നു. p ട്രാൻസ്പോസ് ആര് ട്രാൻസ്പോസ്? അപ്പോൾ ഫസ്റ്റ് റോ 2 minus 3/2 minus 3/2 ഇതാണ് ഫസ്റ്റ് റോ. സോറി ഫസ്റ്റ് കോളം മീൻസ് ഈ ഫസ്റ്റ് റോ വിളിച്ച് ഫസ്റ്റ് കോളം. അപ്പോൾ സെക്കൻഡ് റോ minus 3/2 3 1. തേർഡ് റോ minus 3/2 1 minus 3. ഒന്ന് മാറി നോക്കിയാൽ 2 minus 3/2 minus 3/2 minus 3/2 3 1 minus 3/2 1 minus 2. That means transpose is double other than p, that means p. For p transpose p, what is p? Half in a plus a transpose. For p എന്തായി മാറി? That means എന്തായി മാറി? Symmetry. അല്ലോ
അപ്പോൾ ഫസ്റ്റ് പാർട്ട് സിമെട്രിക് ആണ് തെളിയിച്ചേ. മനസ്സിലായല്ലോ? ഫസ്റ്റ് പാർട്ട് സിമെട്രിക് തെളിയിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം എ എന്നൊരു മെട്രിക്സ് തന്നിരുന്നു, അതിൻ്റെ കൂടെ നമ്മൾ എ ട്രാൻസ്പോസ് എഴുതി. എന്നാൽ എക്ക് പകരം ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന് പി എന്ന് വിളിച്ചു, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിന് ക്യൂ വിളിച്ചു. അപ്പോൾ നമുക്ക് ഇത് സിമെട്രിക് ആണെന്ന് ഇപ്പോൾ തെളിയിച്ചു. ഇനി ഇത് സ്ക്യൂ സിമെട്രിക് ആണ് തെളിയിക്കണ്ടേ? സ്ക്യൂ സിമെട്രിക് ആണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. നോക്കിയിരിക്കണം, വളരെ സിമ്പിൾ. സ്ക്യൂ സിമെട്രിക് പെട്ടെന്ന് നോക്കിക്കോളൂ. സ്ക്യൂ സിമെട്രിക്. അപ്പോൾ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ശ്രദ്ധിക്കണം, ഡിഫറൻസ് ആണ്, സൂക്ഷിച്ചു കളയുക. എ എന്നുള്ളത് 2 -2 -4 -1 3 4 1 -2 -3 മൈനസ് എ ട്രാൻസ്പോസിന് പകരം 2 -1 1 -2 3 -2 -4 4 -3. സബ്ട്രാക്ട് ചെയ്യണം. രണ്ടിൽ നിന്നും 2 കുറച്ചു 0, -2ൽ നിന്നും -1 കുറച്ചു, അപ്പോൾ ഇത് +1 മാത്രമേ. -2 +1 -1, -4ൽ നിന്നും 1 കുറച്ചു -5. കാര്യം വരെ വിളിച്ചത് -4 -1 -1, -1ൽ നിന്നും -2 കുറച്ചു, അപ്പോൾ ഇത് പ്ലസ് ആവത്തില്ല, അപ്പോൾ ഇത് 1 ആവും. 3ൽ നിന്നും 3 കുറച്ചു 0, 4ൽ നിന്നും -1 കുറച്ചു, അപ്പോൾ ഇത് പ്ലസ് ആവും 6. ഇനി 1ൽ നിന്നും -4 കുറച്ചു, അപ്പോൾ +4 ആവും, ദാറ്റ് ഈസ് 5. -2ൽ നിന്നും 4 കുറച്ചു, -2 -4 -6. -3ൽ നിന്നും -3 ഒരേപോലത്തെ സാധനം കുറച്ചു, ദാറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് ആണെന്നുള്ള ഒരു ഹിന്റ് കിട്ടി. കാര്യം ഡയഗ്രാമിക്സ് ഇതാണ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി നമുക്ക് ഹാഫ് ഇൻറ്റു, അപ്പോൾ ഹാഫ് എടുക്കുമ്പോൾ അതിന് ക്യൂ എന്ന് വിളിക്കാം. ക്യൂ സമ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ആയിക്കോളൂ 0 -1 -5 1 0 6 5 -6 0. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് സംഭവിക്കുന്നു നോക്കിയോ. 0 -1/2 -5/2 1/2 0 3 6 1/2 എന്നുള്ളത് 3 5/2 -3 0. ഇതാണ് Q. Then Q ട്രാൻസ്പോസ് സമം നിങ്ങൾ ട്രാൻസ്പോസ് എടുക്കുകയാണ്. 0 -1/2 -5/2 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, 1/2 0 3 സെക്കൻഡ് റോ സെക്കൻഡ് കോളം, 5/2 -3 0 തേർഡ് റോ തേർഡ് കോളം. ഇനി ഒരു നെഗറ്റീവ് കോമൺ എടുക്കുന്നു. അപ്പോൾ നെഗറ്റീവ് ഓഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, നമ്മൾ എപ്പോഴും സ്ക്യൂ സിമെട്രിക് വെരിഫൈ ചെയ്യുമ്പോൾ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ഒരു നെഗറ്റീവ് കോമൺ എടുക്കും. ഇപ്പോൾ നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ 0 കണ്ടാ. ഇവിടെ ഹാഫിൽ നിന്ന് നെഗറ്റീവ് എടുക്കുക -1/2, ഇനി -5/2, ഈ മൈനസ് പുറത്തെടുത്തു 1/2 0 3 കണ്ടാ. ഇതിൽ നിന്ന് മൈനസ് എടുത്തു 5/2, ഇനി -3 0. That means 0 -2 -1/2 -5/2 1/2 0 3 5/2 -3 0. That means Q. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഉണ്ട് -1. But Q ട്രാൻസ്പോസ് -Q എന്ന് കിട്ടി. അതിന്റെ അർത്ഥം Q മീൻസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ അതെന്തായി മാറി സ്ക്യൂ സിമെട്രിക്. അപ്പോൾ നമ്മൾ ഇത് സിമെട്രിക് ആണെന്ന് തെളിയിച്ചു, ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിച്ചു. അപ്പോൾ സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും സമായിട്ട് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും എക്സ്പ്രസ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 3 തിയറി പറഞ്ഞു. ആ 3 തിയറി പറയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കാണണം. ആ ക്ലാസ് കണ്ടെങ്കിൽ ഈ 3 തിയറി മനസ്സിലാവുള്ളൂ. അതിനുശേഷം ആ ഫസ്റ്റ് തിയറിയുടെ എന്താണ് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം നമ്മൾ പഠിച്ചു. ഓക്കെ, ശരി, ക്ലാസ് അവസാനിച്ചു.